ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനോജ്, അവളെ ഇറക്കി വിടാൻ പറയ്. മനോജെ, ഹരിത പറഞ്ഞ ഞാൻ കേട്ടു. അവള് പറഞ്ഞതാ ശരി. ഒരു കാരണവശാലും വിനുവിനെൻ അവൻ കൊണ്ടുവന്ന പെണ്ണിനെൻ ഇവിടെ താമസിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. വലതുകാലി വെച്ച് കയറുമോളെ. മനോജിന്റെ ഫോണിൽ ഇത് ആരായിരിക്കും വിളിക്കുന്നത്? പ്രകാശേട്ടൻ. കട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട. മനോജേ, മനോജേ, ഫോൺ. കട്ടായി. ആരാ വിളിച്ചത്? നിന്റെ പ്രകാശേട്ടൻ. അയാൾ എന്തിനാ വിളിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. അച്ഛനെ അമ്മയും കൂടെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയാനായിരിക്കും. ആരെങ്കിലും ഒരാളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറയാനായിരിക്കും. നിന്റെ അമ്മ ഏതായാലും ഈ ജന്മം ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അപ്പോ അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള പ്രകാശന്റെ തന്ത്രമായിക്കൂടെ? ഇവിടെ വന്ന് ഇത്രയും സീനുണ്ടാക്കിയ നിന്റെ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കാനോ? അതൊരിക്കലും നടക്കില്ല. എന്നാ പിന്നെ സംശയിക്കണ്ട. രണ്ടുപേരെ നോക്കുന്നതിന്റെ വിഹിതം ചോദിച്ചോണ്ടുള്ള വിളിയായിരിക്കും. എടാ, ഒരുപക്ഷെ നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിലോ? പിന്നെ വിളിക്കുന്നു. സ്പീക്കറിലിട്. സ്പീക്കറിൽ. ഹലോ. എടാ, നീ എന്താ ഫോൺ എടുക്കാത്തത്? ഇവിടെ ആകെ പ്രശ്നങ്ങളാ. എടാ തെണ്ടി ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എടാ, വിനുവിന്റെ കല്യാണം കഴിഞ്ഞു. എടാ, പെണ്ണ് നിന്റെ അയൽവക്കത്തുള്ളതാ. സുചിത്രയുടെ അമ്മയുടെ സഹായം നിന്ന ഒരു മീനാക്ഷി. എന്നെ വെല്ലുവിളിച്ച ആ പീറ വേലക്കാരിയെ നിന്റെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നോ? മനോജ്, അവളെ ഇറക്കി വിടാൻ പറയ്. മനോജെ, ഹരിത പറഞ്ഞ ഞാൻ കേട്ടു. അവള് പറഞ്ഞതാ ശരി. ഒരു കാരണവശാലും വിനുവിനെൻ അവൻ കൊണ്ടുവന്ന പെണ്ണിനെൻ ഇവിടെ താമസിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. രണ്ടിനെൻ അടിച്ചറക്കണം. ഒരു കാര്യം ചെയ്യും, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. വൈകിയ സംഗതി കൈവിട്ടു പോവും. അവന്റെ ചെലവ് കൂടി ഞാൻ കൊടുക്കേണ്ടി വരും. ബാക്കിയൊക്കെ നേരിട്ട് പറയാം.
നീ വാ. ആ ശരി. കേട്ടില്ലേ? എല്ലാം നിന്റെ വൃത്തികെട്ട തള്ളയുടെ തന്ത്രങ്ങളാ. ആ വൃത്തികെട്ട അടുക്കളക്കാരെയും കൂടെ വിളിച്ചു കയറ്റി എനിക്കെതിരെ പടയൊരുക്കുക. നീ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം. ആ പൊട്ടനെ അടുക്കളക്കാരി അവിടെ നിന്ന് അടിച്ചിറക്കി ചാണകം തളിച്ചിട്ടേ വരാവൂ. ചെല്ല്, വേഗം ചെന്ന് ഡ്രസ്സ് മാറ്റി പോ. പോ, എടാ പോവാൻ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വർണം ഉടനെ ഇവിടെ എത്തിച്ചിരിക്കണം. ഞങ്ങളെ ആരും സ്വർണ്ണം ഏൽപ്പിച്ചിട്ടില്ല. നീ ഞങ്ങൾ ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. നിർത്തടി എച്ചില് തീനി. ഞങ്ങൾ എച്ചില് തീനികൾ തന്നെയാ. പക്ഷേ കോടീശ്വരിയായ ഹരിതയെ പോലെ അമ്മയമ്മയുടെ പിച്ചച്ചട്ടിൽ കൈയിട്ട് വരുന്നവരല്ല. അനുഗ്രഹിക്കമ്മേ. അമ്മേ, വിനുവിന്റെ പെണ്ണിനെ അവൻ തന്നെ കണ്ടെത്തി. അവൻ ഒറ്റയ്ക്ക് താലി കെട്ടിക്കൊണ്ടുവന്നു. അതിനവനെ പ്രാപ്തനാക്കിയത് ഈ കിടക്കുന്ന അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവനെയും പെണ്ണിനെയും പൂർണ്ണ മനസ്സോടെ അമ്മ സ്വീകരിക്കണം. മാനത്തെ കൊട്ടാ